Hi everyone, welcome back to our class. Today I would like to discuss a short story named The Outcast, written by Sharan Kumar Limbale. First of all, I would like to provide some basic information about our author, Mr. Limbale. You know, Sharan Kumar Limbale was born in the year 1956 and he is a Maharashtrian writer, poet and literary critic. You know, he was born as the illegitimate son of a high caste Patel and a poor landless untouchable mother in Solampur. This is how he describes himself. I'm Akamashi, I'm condemned, branded illegitimate. നമുക്ക് പഠിക്കാനുള്ളത് ഔട്ട്കാസ്റ്റ് ദ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്ന ശരൺ കുമാർ ലിംബാലെ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആരാണ് ശരൺ കുമാർ ലിംബാലെ? മഹാരാഷ്ട്രീയൻ റൈറ്ററാണ്. ഹി ഈസ് അലൈവ് നൗ, വാസ് ബോൺ ഇൻ ദ ഇയർ 1956 and he was also a poet. He is also a poet and literary critic. Then അദ്ദേഹം ഒരു ഹൈ കാസ്റ്റ് പട്ടേലിനും ഒരു പുവർ ലാൻഡ്ലെസ് അൺടച്ചബിൾ ലേഡിക്കുമുണ്ടായ ഒരു കുട്ടിയാണ്. ഇല്ലെജിറ്റിമേറ്റ് സണ്ണാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഐ എം അക്കർമഷി. അക്കർമഷി എന്ന് പറഞ്ഞാൽ ഹാഫ് കാസ്റ്റ് എന്നാണ് മീനിങ്. ഐ എം കണ്ടംഡ് ആൻഡ് ബ്രാൻഡഡ് ഇല്ലെജിറ്റിമേറ്റ്. ഇല്ലെജിറ്റിമേറ്റ് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ട, എല്ലാവരാലും കണ്ടം ചെയ്യപ്പെട്ട, എല്ലാവരാലും പുച്ഛിക്കപ്പെട്ട ഒരു ഹാഫ് കാസ്റ്റായ അക്കർമഷിയാണ് ഞാൻ എന്ന് അദ്ദേഹം സ്വയം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആൻഡ് he has written more than 40 books and his best known work is his autobiographical novel which is named as Akkarmashi. It is published in the year 1984. 1984 പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള അക്കർമഷിയാണ് അദ്ദേഹം എഴുതിയ ബുക്സിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ആൻഡ് അക്കർമഷി മീൻസ് ഇംപ്യൂർ ഓഫ് ബ്ലഡ്. അക്കർമഷി എന്ന വേർഡിൻ്റെ മീനിങ് ഇംപ്യൂർ ഓഫ് ബ്ലഡ്, ശുദ്ധമായ ബ്ലഡ്, ശുദ്ധമായ രക്തത്തിൽ പിറന്നവരല്ലാത്തത് എന്ന മീനിങ് ആണ്. In this short story, Limbale describes his pathetic situation of not having an identity, a home or a place of belonging. ഈ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തതിൻ്റെ, ഒരു വീടില്ലാത്തതിൻ്റെ, പ്ലേസ് ഓഫ് ബിലോങ്ങിങ് ഇല്ലാത്തതിൻ്റെയൊക്കെ സങ്കടകരമായ ഒരു സിറ്റുവേഷനാണ്. പാത്തറ്റിക് സിറ്റുവേഷനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. The present extract is the anger-filled narration of an incident of caste discrimination and humiliation that the Dalit children faced during their school life. ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത് സ്കൂൾ ലൈഫിൽ ഇടയിലൊക്കെ എങ്ങനെയാണ് ദളിത് ചിൽഡ്രൻ അവരെ സൊസൈറ്റിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തിയത്. അവരുടെ സ്കൂൾ ലൈഫിലും അല്ലാതെ അവരുടെ ജീവിതത്തിലെല്ലാം വിവേചനം നേരിടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ മുഴുവനായിട്ടും അദ്ദേഹം പറയുന്നത് സമൂഹത്തിലുള്ള ബാക്കി എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും, ബാക്കി എല്ലാ കാസ്റ്റിൽപ്പെട്ട ആളുകളും ദളിത് ആയിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ജീവിച്ചിരുന്ന ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തിയിരുന്നതും അത് കാരണമായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമതകളുമൊക്കെ അദ്ദേഹം സ്വന്തം ലൈഫിലൂടെ, സ്വന്തം ലൈഫിൻ്റെ വെളിച്ചത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദറ്റ് ഈസ് വാട്ട് ഈസ് ദ നെയിം ഇറ്റ് സെൽഫ് റിഫ്ലെക്ട്സ് ദ ഔട്ട്കാസ്റ്റ്, റൈറ്റ്? Now let me enter into the story. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ ലൈഫിലെ ഒരു ദിവസത്തെ കഥയാണ് പറയുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ വേദന കൊടുക്കാൻ പാകത്തിനുള്ള അനുഭവങ്ങളായിരുന്നു. ആ അനുഭവം തന്നെയാണ് ഇവിടെ അദ്ദേഹം സ്റ്റോറിയായിട്ട് നമ്മുടെ മുന്നിൽ പിക്ചറൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്
One day, all the boys and girls from our school were on a picnic, but we, the Mahar boys, didn't know this and so had come to school as usual, our school bags on our backs. ഇവിടെ മഹർ എന്ന് പറയുന്ന കാസ്റ്റിൽപ്പെട്ട ആളുകളായിട്ടാണ് ദളിതരായ ഈ കുട്ടികളെ ചിത്രീകരിക്കുന്നത്. മഹർ എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റിൻ്റെ നെയിമാണ്. ഓക്കെ, സോ മഹർ ബോയ്സായ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പം ഞങ്ങൾക്കറിയണ്ടായിരുന്നില്ല സ്കൂളിൽ വെച്ച് ഒരു പിക്നിക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ സാധാരണ പോലെ തന്നെ സ്കൂൾ ബാഗും ബുക്കും ഒക്കെ പിടിച്ചിട്ട് സ്കൂളിലെത്തിയപ്പോഴാണ് എല്ലാവരും പിക്നിക്കിന് പോകാൻ വേണ്ടി റെഡിയായി നിന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, ഞങ്ങളുടെ ടിഫിൻ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടിഫിൻ എടുത്ത് വരാൻ പറഞ്ഞിട്ട്. അത് കേട്ടപാടി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാവരും ഭയങ്കരമായ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഞങ്ങളുടെ ടിഫിനെല്ലാം എടുത്തിട്ട് വന്നു എന്നുള്ള ഒരു എക്സ്ട്രാക്റ്റോട് കൂടിയാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, so our teacher asked us to go back and get out our tiffin. We were happy and we ran home like oxen in a race on the third day. ഞങ്ങളുടെ വീട്ടിലേക്ക് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഓടിയതിന് എങ്ങനെയാണ് അവർ ഓടിയതിന് അദ്ദേഹം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കർ ഡേ എന്ന് പറഞ്ഞാൽ കാളകളെ ആരാധിക്കുന്ന, ഓക്സിനെയൊക്കെ ആരാധിക്കുന്ന ദിവസമാണ് കർ ഡേ എന്ന് പറയുന്നത്. ഈ കർ ഡേയിൽ ഓക്സ് ഓടുന്നത് പോലെ അത്രയും സ്പീഡിൽ, അത്രയും ആവേശത്തോടു കൂടി ഞങ്ങൾ വീട്ടിലേക്ക് ഓടിയെത്തി. Then we returned the school with our food. ബക്കറി എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ബക്കറി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് കേട്ടോ. ബക്കറി ആൻഡ് ചട്നി ടൈഡ് അപ്പ് വിത്ത് ഡേർട്ടി റാഗ്സ്. ഞങ്ങളുടെ ഫുഡൊക്കെ വളരെ ഡേർട്ടി ആയിട്ടുള്ള തുണിയിലാണ്, കീറിയ തുണിയിലൊക്കെയാണ് ഞങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവന്നത്, ടൈ ചെയ്തത്. കാരണം നല്ല രീതിയിലുള്ള ക്ലോത്തും ബാഗും ഒന്നും ഉണ്ടായിരുന്നില്ല. We joined the group of boys and girls standing in rows. Just then, Bivarabai appeared holding the stalk of a dry jowar plant. She pulled Parsha from his row, making him cry. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ്, അദ്ദേഹം നമ്മുടെ അടുത്ത് പിക്ചറൈസ് ചെയ്യാണ് കേട്ടോ. അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് പാർഷ്യ എന്ന് പറയുന്നത്. അവർ ഫുഡൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ലൈനിലിങ്ങനെ റോസിൽ നിൽക്കുന്ന സമയത്താണ് പാർഷ്യയുടെ മദർ വന്നിട്ട് പാർഷ്യയെ ആ ലൈനിൽ നിന്ന് പുറത്തേക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ചിടും. എന്നിട്ട് പറയും, നിൻ്റെ അച്ഛൻ ഇന്ന് രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണ് ജോലിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അച്ഛന് ഫുഡ് കൊണ്ട് കൊടുക്കാനുള്ളത് കൊണ്ട് നിനക്ക് ഇവരുടെ കൂടെ പോകാൻ പറ്റില്ല, നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബിവറാബായി പാർഷ്യയെ വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. ബിവറാബായി ആസ്ക്ഡ് പാർഷ്യ ടു ഫോളോ ഹർ or she would kick him. She said his father had gone to dig pits without eating anything. Parsha should take food for him or he will starve the whole day. He would cut Parsha into pieces when he returned. ഫുഡ് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അച്ഛൻ തിരിച്ചു വരുമ്പോൾ ഇവനെ പീസാക്കി മാറ്റും. ഷീ അബ്യൂസ്ഡ് പാർഷ്യ ആൻഡ് ഹിറ്റ് ഹിം ഓൺ ദി ബാക്ക്. ഇങ്ങനെ പറഞ്ഞ് വല്ലാതെ അബ്യൂസ് ചെയ്തിട്ട് അവനെ അടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ദെൻ ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടാണ്, അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ കൂടെയുള്ള മറ്റൊരു ഫ്രണ്ടാണ് ഹരിയ എന്ന് പറയുന്ന കുട്ടി. ഹരിയ വാസ് ഗേസിങ് ദ കാറ്റിൽ അലോങ് ദ ബാങ്ക്സ് ഓഫ് ദ സ്ട്രീം, ലുക്ക്ഡ് റെസ്റ്റ്ലെസ്. His father had taken him away from school and put him to work. Hariya was employed on Girmalia's farm. ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടിയാണ് ഹരിയ. ഇപ്പോൾ പഠിക്കുന്നില്ല. അവൻ്റെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതുകൊണ്ട് അവൻ്റെ ഫാദർ അവനെ ഗിർമാലിയയുടെ ഫാമിൽ ജോലിക്ക് നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ സ്കൂൾ ലൈഫൊക്കെ അവസാനിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഈ ഹരിയ കാറ്റിലിനെയൊക്കെ മേയിച്ചുകൊണ്ട് സ്ട്രീമിൻ്റെ തീരത്തിങ്ങനെ, അരുവിക്കരയിലിങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഹരിയയുടെ ലൈഫിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഹരിയക്ക് ഈ അവിടെ ഗിർമാലിയുടെ ഫാമിലി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അതേപോലെ 100 rupees എ ഇയർ, ഒരു വർഷം കഴിയുമ്പോൾ 100 രൂപയും കൊടുക്കും. ആൻഡ് ഹിസ് മദർ ഡിഡൻറ്റ് ഹാവ് പ്രോപ്പർ ക്ലോത്ത്സ്. മോസ്റ്റ് ഓഫ് ദ ടൈം എവ്രി വൺ ഇൻ ഹിസ് ഹോം വാസ് ഓൺലി ഹാഫ് ഫെഡ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അവർക്കില്ല. സിൻസ് ഹരിയ വാസ് വർക്കിംഗ്,
ഹി ബിക്കെയിം എൻ അസെറ്റ് ടു ദ ഫാമിലി. അതുകൊണ്ട് തന്നെ ഹരിയ വർക്ക് ചെയ്യുന്നു, പഠിക്കാതെ വർക്ക് ചെയ്യാണ് അവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫാമിലിക്ക് ഒരു അസറ്റായി മാറിയിരിക്കുകയാണ് ഹരിയ. അവിടെ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഹരിയ എങ്ങനെയാണ് അവൻ്റെ ഫാമിലിക്ക് അസറ്റായി മാറിയത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഹി വുഡ് ഗെറ്റ് ഹിസ് വേജസ്. അവസാനം, വർഷത്തിൻ്റെ അവസാനമാണ് അവന് ശമ്പളം കിട്ടുന്നത്. വിത്ത് ദാറ്റ് മണി അവൻ എന്ത് ചെയ്യും? ക്ലോത്ത്സ് വുഡ് ബി ബോട്ട് ഫോർ എവ്രി വൺ. അങ്ങനെ ഹരിയെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഹരിയെ പാസ് ചെയ്ത് പോകുമ്പോൾ ഹരിയ ഇങ്ങനെ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആസ് വി പാസ്ഡ് ഹരിയ സിറ്റിംഗ് ഓൺ എ ബുഫലോ വാസ് സിംഗിങ്. ഓക്കെ, ഹരിയെ ഞങ്ങൾ പാസ് ചെയ്ത് പോയപ്പോൾ ഒരു ബുഫലോയുടെ മേലെ ഇരുന്നിട്ട് അവനിങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ദെൻ ഞങ്ങൾ പിക്നിക്കിന് പോയ സ്ഥലത്തൊക്കെ ഞങ്ങൾ എത്തി. ദെൻ പിക്നിക്കിന് പോയ ആ ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ്. ദ ടഫ് ബോയ്സ് ഓഫ് ദി ഗ്രൂപ്പ് വെൻറ്റ് അപ്പ് ദ ട്രീസ് ആൻഡ് ദ അതർ ബോയ്സ് ആൻഡ് ഗേൾസ് റാൻ അബൌട്ട് ഓൾ ഓവർ ദ പ്ലേസ്. ദ ഗേൾസ് പ്ലേഡ് ഫുഗഡി. The teachers played card games. There was a lot of fun and excitement. Since I was too small, I watched them from a distance. എന്താ പറഞ്ഞിട്ടുള്ളത് അവിടെ? അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറേ ടഫായിട്ടുള്ള ബോയ്സ്, നല്ല പവർഫുള്ളായിട്ടുള്ള ബോയ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം മരത്തിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവരും, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുവാണ്. ഗേൾസ് ഫുഗാഡി എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നു, ടീച്ചേഴ്സ് കാർഡ് ഗെയിംസ് കളിക്കുന്നു. നിറയെ ഫൺ ആൻഡ് എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ വളരെ ചെറുതായിരുന്നുകൊണ്ട്, ഇദ്ദേഹം പറയുവാണ്, നമ്മുടെ റൈറ്റർ പറയുവാണ്, ഞാൻ വളരെ ചെറുതായതുകൊണ്ട് ദൂരെ നിന്നിട്ട് ഇതെല്ലാം നോക്കി ഭയങ്കരമായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് അവരുടെ കൂടെയുള്ള കുട്ടികളുടെ കാസ്റ്റിനെ കുറിച്ച്, അവരുടെ ഉന്നതമായ ലെവലിലുള്ള സമുദായത്തിനെക്കുറിച്ച്, സമുദായങ്ങൾ തമ്മിലുള്ള ഡിഫറൻസിയേഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ദ വാണി ആൻഡ് ബ്രാഹ്മിൻ ബോയ്സ് പ്ലേഡ് കബഡി. സിൻസ് വി വർ മഹേഴ്സ് വി കുഡ് നോട്ട് ജോയിൻ ദം. വാണി, ബ്രാഹ്മിൻ എന്നൊക്കെ പറയുന്നത് ഉയർന്ന ജാതികളാണ്, ഉയർന്ന സമുദായത്തിൻ്റെ പേരുകളാണ്. സോ വാണിയിൽപ്പെട്ട, ബ്രാഹ്മിൻസിൽപ്പെട്ട ബോയ്സ് കബഡി കളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ മഹേഴ്സ് ആയതുകൊണ്ട്, മഹർ ബോയ്സ് ആയതുകൊണ്ട് തന്നെ വി കുഡൻറ്റ് ജോയിൻ ദം. എന്തുകൊണ്ടായിരിക്കും? കബഡി എന്ന് പറയുന്ന ഗെയിം തന്നെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആളിനെ ടച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ മഹർ ബോയ്സാണ്, ഞങ്ങൾ ദളിത്സാണ്. അതുകൊണ്ട് ഞങ്ങളെ അവർ ടച്ച് ചെയ്യുന്നതൊന്നും നമ്മുടെ നാട്ടുനടപ്പല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സായിരുന്ന, എൻ്റെ അതേ കാസ്റ്റിൽപ്പെട്ട മല്യ, ഉംബ്രിയ, പാർഷ്യ, ഞങ്ങളെല്ലാവരും കൂടെ പ്ലേ ടച്ച് ആൻഡ് ഗോ. ഞങ്ങൾ ടച്ച് ആൻഡ് ഗോ എന്നുള്ള പ്ലേ കളിക്കാൻ തുടങ്ങി. വി പ്ലേഡ് വൺ കൈൻഡ് ഓഫ് ഗെയിം വൈൽ ദ ഹൈ കാസ്റ്റ് വില്ലേജ് ബോയ്സ് അനദർ. ഞങ്ങളുടെ ഗെയിംസിൽ പോലും ഞങ്ങളെ വേർതിരിച്ച് നിർത്തുകയുണ്ടായി. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഞങ്ങൾ ഒരു ഗെയിം കളിക്കുന്നു, ഉന്നതമായ ജാതിയിൽപ്പെട്ട മറ്റു കുട്ടികളെല്ലാം വേറെ വേറെ ഗെയിംസ്, ഞങ്ങൾക്കതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ദെൻ ആഫ്റ്റർ ദ പ്ലേ വി സെറ്റിൽ ഡൗൺ ടു ഈറ്റ്. അങ്ങനെ ഞങ്ങളുടെ പിക്നിക്കിൻ്റെ ദിവസം ഏതാണ്ട് പകുതിയായി. ഹാഫ് ഓഫ് ദ ഡേ പാസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ കുറേ കളികളും ഗെയിംസും എൻജോയ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ആഫ്റ്റർ ദ പ്ലേ വി സെറ്റിൽ ഡൗൺ ടു ഈറ്റ്. Boys and girls from the high castes like Wani, Brahmin, Marwari, Muslim, Maratha, Teli, fishermen and goldsmiths and all the teachers, nearly 100, sat in a circle under a banyan tree. We, the Mahar boys and girls, were asked to sit under another tree. The high caste one said a prayer before eating, which didn't make any sense to us. That's എന്താ പറഞ്ഞത്, ഞങ്ങളുടെ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു ഡിസ്ക്രിമിനേഷൻ. ഉന്നതമായ സമുദായത്തിൽപ്പെട്ട, ഉയർന്ന ജാതിയിൽപ്പെട്ട വാണി, ബ്രാഹ്മിൻ, മാർവാരി, മുസ്ലിം, മറാത്ത, തെലി, ഫിഷർമാൻ, ഗോഡ്സ്മിത്സ്, ഇവരെല്ലാവരും, ഈ സമുദായത്തിൽപ്പെട്ട എല്ലാ കുട്ടികളും, ഓൾമോസ്റ്റ് ഓൾ ടീച്ചേഴ്സ്, ഇങ്ങനെ എല്ലാവരും കൂടി ഏതാണ്ടൊരു 100 പേരുണ്ട്. അവരെല്ലാവരും കൂടെ വലിയ ഒരു ബനിയൻ ട്രീയുടെ ചുവട്ടിൽ സർക്കിളായിട്ടിരുന്നു. ഞങ്ങൾ
താഴ്ന്ന ജാതിയിൽപ്പെട്ട കുറച്ച് കുട്ടികൾ, ബോയ്സ് ആൻഡ് ഗേൾസ്, മറ്റൊരു ട്രീയുടെ താഴെയാണ് ഇരുന്നത്. ഞങ്ങൾ അവരുടെ കൂടെ കൂട്ടിയില്ല. ഹൈ കാസ്റ്റ് വൺസ് സെറ്റ് എ പ്രെയർ ബിഫോർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അവരൊരു പ്രെയർ ചൊല്ലി, പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ പോലും ഞങ്ങൾ വല്ലാതെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരുടെ കൂടെ കൂടാൻ സമ്മതിച്ചതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കാണുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, പക്ഷേ നമ്മളെ സമുദായത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും കാസ്റ്റിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോഴുള്ള വിഷമം അന്ന് തുറന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ ദ ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം, അക്കർമഷി എന്ന പേരിൽ അദ്ദേഹം ഓട്ടോബയോഗ്രഫി എഴുതിയതിലുള്ള എക്സ്ട്രാക്റ്റാണ് ഇതെല്ലാം. ഓക്കെ. The tree under which we sat was tattered like us. Its shadow was broken. Malya gave us some of his fish and we gave him bakri. ഞങ്ങളിരുന്ന ട്രീക്ക് പോലും ഉണ്ടായിരുന്നു ഒരു വ്യത്യാസം. അതായത് ഞങ്ങളിരുന്ന മരം എന്ന് പറയുന്നത് അധികം ലീവ്സ് ഒന്നും ഇല്ലാത്ത, അധികം ഇലകളൊന്നും ഇല്ലാത്ത ഒരു ഉണങ്ങിയ മരമായിരുന്നു. അതിൻ്റെ ഷാഡോസ്, അതിൻ്റെ നിഴൽ പോലും വളരെ പെർഫെക്റ്റ് ആയിരുന്നില്ല. ബ്രോക്കൺ ഷാഡോസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കാസ്റ്റിനെ പ്രതിനിധീകരിക്കുന്നത് പോലെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെയുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത് പോലും. ദെൻ ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളുടെയൊക്കെ ഒരുപാട് ഡേർട്ടി ആയിട്ടുള്ള ക്ലോത്തിൽ ടൈ ചെയ്ത ഫുഡായിരുന്നു. സാധാരണയിൽ നിന്നും ഒരുപാട് താഴെ ലെവലിലുള്ള ഫുഡായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഫുഡെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. പക്ഷേ ടീച്ചേഴ്സിനൊക്കെ ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയായി. കാരണം ഞങ്ങളുടെ ഫുഡ് കൊടുത്താൽ അവർ കഴിക്കുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ആൻഡ് ഇഫ് ഐ ഓഫേർഡ് മൈ ചട്നി, എൻ്റെ ചട്നിയൊക്കെ എൻ്റെ ടീച്ചറിന് ഓഫർ ചെയ്താൽ വുഡ് ഹി ഈറ്റ് ഇറ്റ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ബക്രിയൊക്കെ ഞങ്ങൾ കഴിച്ചപ്പോൾ ബക്രീസ് ഓഫ് ഹൈ കാസ്റ്റ് വർ ഓഫ് ബെറ്റർ ക്വാളിറ്റി. ഞങ്ങളുടെ ബക്രീനേക്കാളും ഞങ്ങളുടെ ചപ്പാത്തിയേക്കാളുമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ചപ്പാത്തിയായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ അതൊന്നും ഷെയർ ചെയ്ത് കഴിക്കാനുള്ള ഒരു ഫ്രീഡമോ ഭാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, എനിക്ക് എൻ്റെ ഫുഡ് കൊണ്ടൊന്നും എൻ്റെ വയറ് നിറഞ്ഞിരുന്നില്ല. എൻ്റെ മദർ എപ്പോഴും പറയായിരുന്നു എനിക്ക് 2 വയറുണ്ടെന്ന്. കാരണം ഗിസാർഡ് ഇൻ മൈ സ്റ്റൊമക്ക് എന്നാണ്. എൻ്റെ മദർ എപ്പോഴും പറയായിരുന്നു, ഐ ഹാഡ് എ ഗിസാർഡ് ഇൻ മൈ സ്റ്റൊമക്ക്, എനിക്ക് 2 ആമാശയം ഉണ്ടായിരുന്നു എൻ്റെ വയറ്റിൽ എന്ന് എപ്പോഴും എൻ്റെ അമ്മ പറയായിരുന്നു. ഐ ഓൾവേസ് ഫെൽറ്റ് ഹാഫ് ഫെഡ്. എപ്പം ഞാൻ എന്ത് കഴിച്ചാലും പകുതി മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലിംഗാണ് ഉണ്ടായിരുന്നത്. ഐ കുഡൻറ്റ് ഈറ്റ് ടു മൈ ഫിൽ ആസ് ദർ വർ അതേഴ്സ് ഇൻ ദ ഹൗസ് ഹൂ നീഡഡ് ഫുഡ്. വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും വയറ് നിറയെ ഭക്ഷണം കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും അതെ, എനിക്ക് വയറ് പകുതിയേ നിറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഞങ്ങൾക്ക് സംഭവിച്ചത്. എന്താണിത്? ദ ഹൈ കാസ്റ്റ് ഗേൾസ് ഫ്രം അവർ വില്ലേജ് ഓഫേർഡ് അസ് ദെയർ കറി ആൻഡ് ബക്രീസ് വിത്തൗട്ട് ടച്ചിങ് അസ്. ഐ വാസ് അഷെയിംഡ് ഓഫ് മൈ ഫുഡ് ആൻഡ് ഫെൽറ്റ് ഗിൽറ്റി ഈറ്റിംഗ് ഇറ്റ്. ഞങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ ഫുഡിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹൈ കാസ്റ്റ് ഗേൾസ് വന്നിട്ട്, ഞങ്ങളുടെ വില്ലേജിലുള്ള ഹൈ കാസ്റ്റ് ഗേൾസ് വന്നിട്ട് ഞങ്ങൾ ടച്ച് ചെയ്യാതെ, ഞങ്ങൾ താഴെക്കിടയിലുള്ളവരാണല്ലോ, അതുകൊണ്ട് ടച്ച് ചെയ്യാതെ അവരുടെ ചപ്പാത്തിയും കറികളുമൊക്കെ ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഐ വാസ് അഷെയിംഡ് ഓഫ് മൈ ഫുഡ് ആൻഡ് ഐ ഫെൽറ്റ് ഗിൽറ്റി ഈറ്റിംഗ് ഇറ്റ്. ഞങ്ങളുടെ ഫുഡിനെ കുറിച്ച് എനിക്ക് വല്ലാത്തൊരു നാണക്കേട്, നമുക്ക് സ്വയം ഒരു നാണക്കേട് തോന്നി. The high caste boys and girls from the village were eating together. The girls sat with the teachers. They were chatting. We were sitting like owls watching them. At last we finished eating. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ബോയ്സും ഗേൾസും ടീച്ചേഴ്സും എല്ലാം നല്ല സന്തോഷത്തിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഷെയർ ചെയ്യുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾ അവരുടെ ചുറ്റും, അവരുടെ പിറകെ മറ്റൊരു മരച്ചുവട്ടിലിരുന്ന് മൂങ്ങകൾ നോക്കുന്നത് പോലെ, ഔൾസ് വാച്ച് ചെയ്യുന്നത് പോലെ ഞങ്ങൾ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. എന്നിട്ടോ ഫിനിഷ് ചെയ്തപ്പോഴാണ്
നമ്മൾ അനുഭവിച്ചതല്ല, അതിനേക്കാളും ദുഷ്കരമായ ഒരു സംഭവം നമ്മളുടെ പിറകെ വരുന്നുണ്ടെന്നറിഞ്ഞത്. എന്തായിരുന്നു? ദ ടീച്ചേഴ്സ് ആസ്ക്ഡ് ദ ഹൈ കാസ്റ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ടു കളക്ട് ദ ലെഫ്റ്റ് ഓവേഴ്സ് ആൻഡ് ഗിവ് ഇറ്റ് ടു അസ്. ടീച്ചേഴ്സ് ബോയ്സിനോടും ഗേൾസിനോടും, ഹൈ കാസ്റ്റ് ബോയ്സിനോടും ഗേൾസിനോടും പറഞ്ഞു, എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി ഫുഡെല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമായി. എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി ഞങ്ങൾ കഴിക്കുക. പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഐ ആൻഡ് പാർഷ്യ ക്യാരിഡ് ദ ബണ്ടിൽ ഓഫ് ലെഫ്റ്റ് ഓവർ ഫുഡ് ഓൺ ദ വേ ബാക്ക്. മല്യ ക്യാരിഡ് എ ബണ്ടിൽ ഓഫ് ബക്കറി ഓൺ ഹിസ് ഹെഡ് and we, the Maha boys, followed him like hungry vultures. മല്യയും പാർഷ്യയും ഒക്കെ ബക്രിയും കറിയും, ബണ്ടിൽസ് ഓഫ് ബക്കറി ആൻഡ് ലെഫ്റ്റ് ഓവർ ഫുഡ്, അതിൻ്റെ ബണ്ടിൽസൊക്കെ അവർ ചുമന്നുകൊണ്ട് പോവുകയാണ്. ഞങ്ങളിങ്ങനെ കഴുകന്മാരെ പോലെ, ഹംഗ്രി വൾച്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിശന്ന് നിൽക്കുന്ന കഴുകന്മാരെ പോലെ ആ ഫുഡിൻ്റെ, ലെഫ്റ്റ് ഓവർ ഫുഡിൻ്റെ പിറകെ ഞങ്ങളും പോകുന്നു. അറ്റ് ലാസ്റ്റ് വി ഗ്യാതേർഡ് ഇൻ ഗിർമാലിയാസ് ഫാം ആൻഡ് ഓപ്പൺഡ് ദ ബണ്ടിൽ. ഞങ്ങൾ എവിടേക്കാണ് എത്തിയത്? ഗിർമാലിയയുടെ ഫാമിലെത്തി. അവിടെ ചെന്നതിന് ശേഷം ആ ബണ്ടിൽ ഓപ്പൺ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ സർക്കിളായിട്ട് ഇരുന്നു. ഞങ്ങൾ ആ ഫുഡ്, ലെഫ്റ്റ് ഓവർ ഫുഡാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി കൊണ്ട്, അതിൻ്റെ ടേസ്റ്റ് കൊണ്ട്, അതിൻ്റെ നല്ല സ്മെല്ല് കൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത ഗ്രീഡി ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് വി ഹാഡ് നെവർ ടേസ്റ്റഡ് ഫുഡ് ലൈക്ക് ദാറ്റ് ബിഫോർ. ഞങ്ങൾ അത്രയും ടേസ്റ്റുള്ള ഭക്ഷണം ഇതിൻ്റെ മുന്നേ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഓവർ ഫുഡാണെന്നൊന്നും കണക്കാക്കാതെ ഞങ്ങൾ വീണ്ടും ആ ഭക്ഷണത്തിൻ്റെ ബാക്കിയെടുത്ത് കഴിക്കുകയാണ് ഉണ്ടായത്. പിക്നിക്കെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലേക്ക് തിരിച്ചെത്തി. വെൻ വി റീച്ച് ടു ഹോം ഐ ടോൾഡ് മൈ മദർ ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? ഷീ ആസ്ക്ഡ് മീ വൈ ഐ ഡിഡൻറ്റ് ടേക്ക് ആൻഡ് ഗിവ് ഹർ എ സ്മാൾ പോർഷൻ. എന്തുകൊണ്ടാണ് ഞാൻ കഴിച്ചത് ലെഫ്റ്റ് ഓവർ ഫുഡാണ് എങ്കിൽ പോലും അമ്മ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരു സ്മോൾ പോർഷൻ എനിക്ക് കൊണ്ടു തരാതിരുന്നത്? To her, leftover food is like nectar. എൻ്റെ അമ്മയ്ക്ക് ബാക്കി വന്ന ഭക്ഷണം അമൃതിനെ പോലെയാണ്. ലെഫ്റ്റ് ഓവർ ഫുഡാണ് എങ്കിലും നല്ല ഭക്ഷണമല്ലേ, അപ്പോൾ അത് നെക്റ്റാർ, അമൃതിനെ പോലെയാണ് എൻ്റെ അമ്മ ആ ഭക്ഷണത്തിനെ കണ്ടത്. അതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൊണ്ടുവരാതിരുന്നത് എന്നാണ് ചോദിച്ചത്. ദെൻ അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിക്നിക്ക് എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ദിവസമാണ്. നോർമലി സ്കൂൾ ചിൽഡ്രനൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന, മെമ്മറിയിൽ നിലനിൽക്കുന്ന, എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളായിരിക്കും. പക്ഷേ ആസ് മഹർ ബോയ്സ്, മഹർ സമുദായത്തിൽപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ എന്നും സങ്കടം മാത്രം ബാക്കി വയ്ക്കുന്ന ഒരു പിക്നിക് ഡേ ആയിരുന്നു അത്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ സ്കൂളിലെത്തി. അപ്പം എന്താ സംഭവിച്ചത്? വെൻ ഐ വെൻറ്റ് ടു സ്കൂൾ ദ നെക്സ്റ്റ് ഡേ, ദ ടീച്ചർ ഹാഡ് ഓൾറെഡി ആസ്ക്ഡ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ടു റൈറ്റ് ആൻ എസ്സേ ഓൺ ദ പിക്നിക്. ദ ടീച്ചർ ആസ്ക്ഡ് ടു റൈറ്റ് ആൻ എസ്സേ അബൌട്ട് ദ പിക്നിക്. ദ സ്റ്റുഡൻസ് of the 7th standard were busy writing the essay. And you know, I was in 3rd standard. The teacher asked us also to write. 7th സ്റ്റാൻഡേർഡും 3rd സ്റ്റാൻഡേർഡും ഒരേ റൂമിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാം എഴുതുന്ന തിരക്കിലായിരുന്നു. ഞാൻ 3rd സ്റ്റാൻഡേർഡിലാണ്. ഞങ്ങളുടെ അടുത്തും ടീച്ചർ പറഞ്ഞു ഇന്നലെ പോയ പിക്നിക്കിനെ കുറിച്ച് എസ്സേ എഴുതാൻ. And you know, while the senior students wrote swiftly, I sat worrying. എൻ്റെ സീനിയറായിട്ടുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് എഴുതി, ഭയങ്കര സ്പീഡായിട്ട് എഴുതിയെങ്കിലും ഞാനിങ്ങനെ വല്ലാതെ വറി ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ എഴുതാൻ പറ്റുക? ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ടീച്ചർ വാസ് ആംഗ്രി വിത്ത് മീ ആസ് ഐ വാസ് നോട്ട് റൈറ്റിംഗ്. സോ ഞാൻ എഴുതാതെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ടീച്ചർ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞ്? ഹി ഷൗട്ടഡ് ദറ്റ് യു സൺ ഓഫ് ബിറ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ്. യു ലൈക്ക് ഈറ്റിംഗ് ഓൺ ഓഗ്സ് ഡോണ്ട് യു? സൺ ഓഫ് ബിറ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ്. നീ ഓക്സ് കഴിക്കുന്നത് പോലെ ഇരുന്നിട്ടല്ലേ വാരി വലിച്ച് കഴിച്ചത്, ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വല്ലാതെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. I took my slate and pencil, spat on the slate, smeared it and wiped the slate with my shirt, which was already dirty.
ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ സ്ലേറ്റ് എടുത്തു, സ്പാറ്റ് ഓൺ ഇറ്റ്, എൻ്റെ തുപ്പൽ കൊണ്ട് എൻ്റെ ഡേർട്ടി ആയിട്ടുള്ള ഷർട്ട് വെച്ചിട്ട് അതിനെ വൈപ്പ് ചെയ്തതിന് ശേഷം ഞാനതിൽ ഓൾറെഡി ഞാൻ ഫുള്ളി ഡേർട്ടിയാണ്, ആ ഡേർട്ടി ആയിട്ടുള്ള ഷർട്ട് വെച്ചിട്ട് എൻ്റെ സ്ലേറ്റ് എല്ലാം ക്ലീൻ ചെയ്തു വൈപ്പ് ചെയ്തു. ഞാൻ എഴുതാനിങ്ങനെ ഉള്ള തയ്യാറെടുപ്പിലാണ്. And you know, I didn't know how and what to write. I didn't know how to write and what to write. I kept thinking how we had sat in a circle under a tree in the forest eating. I remembered the hands of high caste boys and girls offering us their leftovers, the withered tree under which we sat, the bundle of leftovers, the question my mother asked, and the teacher calling me son of bitch and a beef eater. How could I start writing the essay my teacher had asked for? എഴുതാനിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകളാണ് വന്നത്. ഞങ്ങൾ ഷെയ്ഡ് കുറഞ്ഞ ഒരു മരത്തണലിൽ ഇരുന്നിട്ട് മാറിയിരുന്ന് ഭക്ഷണം കഴിച്ചത്, ഞങ്ങളെ ജോയിൻ ചെയ്യിക്കാതെ ഉന്നതരായ സമുദായത്തിലുള്ള കുട്ടികൾ മാറി നിന്ന് എൻജോയ് ചെയ്തത്, ദെൻ ഹൈ കാസ്റ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് അവരുടെ ലെഫ്റ്റ് ഓവേഴ്സ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തത്, ഞങ്ങളെ മാറ്റി നിർത്തിയിരുന്നത്, ബണ്ടിൽ ഓഫ് ലെഫ്റ്റ് ഓവേഴ്സ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അത് കഴിച്ചത്, എൻ്റെ മദർ എന്നോട് ചോദിച്ച ചോദ്യം, അവസാനം ഇപ്പോൾ ദ ടീച്ചർ എന്നെ സൺ ഓഫ് എ ബീച്ച് ആൻഡ് ബീഫ് ഈറ്റർ എന്നൊക്കെ വിളിച്ചത്, ഇതെല്ലാം മനസ്സിലിങ്ങനെ വന്ന് നിൽക്കുവാണ്. ദെൻ ഹൗ ക്യാൻ ഐ റൈറ്റ്? ഹൗ കുഡ് ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ദ എസ്സേ മൈ ടീച്ചർ ഹാഡ് ആസ്ക്ഡ് ഫോർ? ഞാൻ എന്തെഴുതും? എൻ്റെ ടീച്ചർ എന്നോട് എസ്സേ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഇന്നലെ നടന്ന പിക്നിക്കിനെ കുറിച്ച്, ഇന്നലെ നടന്ന ടൂറിനെ കുറിച്ച്, അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് എസ്സേ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഇത്തരം ബിറ്റർ എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായ ഞാൻ, ഇങ്ങനെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ, അത് കഴിഞ്ഞ് ഇപ്പോഴും അതിൻ്റെ വേദന ബാക്കിയായിട്ട് നിൽക്കുന്ന ഞാൻ എങ്ങനെ ആ ഒരു പിക്നിക്കിനെ കുറിച്ച് എസ്സേ എഴുതും? ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു റൈറ്റ് ആൻഡ് വാട്ട് ടു റൈറ്റ്. ഇങ്ങനെ സങ്കടപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊട്ടാഗണിസ്റ്റ്, നമ്മുടെ റൈറ്റർ, നറേറ്റർ, ഈ ഒരു എക്സ്ട്രാക്റ്റോടു കൂടിയാണ് നമ്മുടെ സ്റ്റോറി, ദ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോറി അവസാനിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഈ സ്റ്റോറി ശരൺ കുമാർ ലിംബാലയുടെ ലൈഫിൽ സംഭവിച്ചതാണ്. അക്കർമഷി എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് നന്നായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാസ്റ്റ് ആൻഡ് ക്രീഡ് വളരെ തരം താഴ്ന്ന രീതിയിൽ സ്കൂൾ ലൈഫിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാം ബിഹേവ് ചെയ്തതിൻ്റെ വേദന സൊസൈറ്റിയോട് പങ്കുവെക്കുന്ന, ഷെയർ ചെയ്യുന്ന ഒരു എക്സ്ട്രാക്റ്റാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. And I think it is very clear, the idea of this chapter is very clear to you. We'll meet again with another chapter, with another topic in another session of the video class. Thank you so much.